3 ബക്കറ്റ് ഗപ്പി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. ഓസ്കാറിൻ്റെ പല്ലീനെ കൊടുക്കാൻ പോകണം കേട്ടോ. അടുത്തൊരു പല്ലീനെയാണ് കൊടുക്കാൻ പോയത് കണ്ടതേ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെബിൻ സിറിയാക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. ശരിക്കും പറഞ്ഞാൽ പനിയൊക്കെ പിടിച്ചിരിക്കുവാണ്. ഇന്ന് ഡിസംബർ 31 നമ്മുടെ 2019 വർഷം തീരുവാണ്. പനിയൊക്കെ പിടിച്ചിരുന്നാലും ഒരു വീഡിയോ ചെയ്യാതെ പറ്റത്തില്ലോ. നിങ്ങളെല്ലാവരെയും മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ നാളുകളായിട്ട് വരുന്ന വേറൊരു കമൻറ്റാണ്, നമുക്കൊരു 3 ബക്കറ്റ് ഗപ്പി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു ഒരു കുളം വറ്റിച്ചപ്പോഴേക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി വ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ ഗപ്പിക്കുളത്തിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നില്ലല്ലോ എന്ന് ചോദിച്ച് നമുക്ക് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഗപ്പീനെ ഞാൻ എന്നാ ചെയ്തതെന്നും ഞാൻ എങ്ങനെയാണ് വളർത്തുന്നതെന്നും കാണിച്ചു തരാം. അപ്പം ഗപ്പിക്കുളം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ടാങ്ക്. ഇത് ചെറിയൊരു കുളമാണ്. ഇതിന് വലിയ താഴ്ചയൊന്നുമില്ല. പടുത, നമ്മുടെ സാധാരണ പടുത വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു കുളമാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മളൊരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടിയുടെ വേര് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് പടർന്നിട്ടുണ്ട്. അപ്പം മീനുകൾ കുളിച്ചിരിക്കാനായിട്ടും അതുപോലത്തെ ഒരു സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ അതിനകത്ത് കുറേ പായലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അധികം ചൂടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മീനെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ അന്നുകൊണ്ട് കൊണ്ടിട്ട മീനുകളിൽ ഒത്തിരി ഒന്നും കുറവൊന്നും വന്നിട്ടില്ല. നമ്മളതുപോലെ തന്നെ ഇതിനകത്ത് കുറേ മീനുകൾ നമ്മുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടിൽ ഫ്രണ്ട്സിനും കസിൻസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബാക്കി വന്ന മീനുകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് പോലെ അങ്ങോട്ടെല്ലാം ഇഷ്ടം പോലെ മീനുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മൾ ഗപ്പിക്ക് എന്താണ് തീറ്റ കൊടുക്കുന്നത്, എസ്പെഷ്യലി പിള്ളേരാണ് കേട്ടോ ചോദിച്ചത്. അപ്പം നമ്മൾ ഗപ്പിക്ക് ഞാൻ തീറ്റ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പശുവിനെ കൊടുക്കുന്ന ഓക്കെ പെല്ലറ്റ് ഇല്ലേ, അപ്പോൾ ഓക്കെ പെല്ലറ്റ്. അപ്പം ഇത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വരത്തില്ല, ഞാൻ കൊടുത്ത് ശീലിച്ചുകൊണ്ടാണെന്ന് വരത്തില്ല. നമുക്കതൊന്ന് വെച്ച് നോക്കാം. ഇതുണ്ടോ, ഇതുണ്ടോ, ഇരുന്നാണ്ടോ കൈ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഇതിനെ കാണാനായിട്ട് വേറെ ഒരു മാർഗ്ഗവും ഇല്ല. നമ്മൾ കൈ വെച്ച് കഴിയുമ്പോഴേക്കും കയ്യിലോട്ട് വന്ന് നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതുണ്ടോ, ഇതുപോലെ അതിലുമേ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നും വന്നിട്ടില്ല. എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൈ കാണാൻ പറ്റില്ല, അത്രയും ഗപ്പിയുണ്ട്. ഇതുണ്ടോ, ഇവർ കയ്യിൽ നിന്ന് വന്ന് തിന്നോളൂ. ചില സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കാലൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കാലേ മൊത്തം കടിക്കും. നല്ല സൈക്കിളൊക്കെ എടുത്തോണ്ടിരിക്കും, നമ്മുടെ മസാജൊക്കെ പഠിക്കും. ഇത് കണ്ടോ, എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ താത്തി വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണാൻ പറ്റുന്നുണ്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 70% ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ആ തീറ്റ കാണത്തില്ല, അത്രയും മീൻ ഇപ്പം എൻ്റെ കൈക്കകത്തുണ്ട്. ഇപ്പം ഞാനൊന്ന് കൈ പൊക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ആളെ നമുക്ക് പിടിക്കാം. ചുമ്മാ നോക്കാവേ, കണ്ടോ. എന്നാലും ഇവർക്ക് പേടിയൊന്നുമില്ല. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തീറ്റ ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്നു നമ്മളെ കൈ പൊക്കിയപ്പോഴേക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി. ഇതിനകത്ത് ഗപ്പി മാത്രമല്ല കേട്ടോ, നിങ്ങളൊന്ന് ശരിക്കും സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പ്ലാറ്റി ഉണ്ട്. കുറേ പ്ലാറ്റി ഉണ്ട്. പ്ലാറ്റി ഞാൻ 1-2 എണ്ണത്തിന് ഞങ്ങളുടെ മേടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവർ കുറേ ഉണ്ട്, ഇപ്പം അത്യാവശ്യം കുറേ ആയിട്ടുണ്ട്. ഗപ്പി തന്നെയാണെങ്കിലും ഇതിനകത്തെല്ലാം മിക്സ്ഡ് ബ്രീഡാണ് കേട്ടോ. ഒരു ബ്രീഡൊന്നും അല്ല, നമുക്ക് ആ കുളത്തിൽ നിന്ന് കിട്ടിയത് അതേപടി നമ്മൾ കൊണ്ടിട്ടിരിക്കുവാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ ബ്രീഡും ഉണ്ട്. ഗോൾഡൻ കളറുണ്ട്, നല്ല വലിപ്പമുള്ളതുണ്ട്, എല്ലാ ബ്രീഡും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇടയ്ക്ക് ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഗോൾഡൻ കണ്ടേ, ഒരു ഗോൾഡൻ വന്നിട്ട് നോക്കിയിട്ട് പോയി കണ്ടോ. ഒന്നുകൂടെ കൈ നോക്കിയാലോ, കണ്ടാ, കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്കത് കൊടുക്കാം. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ നമ്മളിതാണ് ഇതിന് തീറ്റ കൊടുക്കുന്നത് കേട്ടോ. ഇത്രയും വലിപ്പമുള്ള ടാങ്കിന് നിങ്ങൾക്ക് ടാങ്കിൻ്റെ വലിപ്പം കണ്ട ഏകദേശം മനസ്സിലാവും. പിന്നെ വലയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ കുറേ കൊക്കും മുണ്ടി നമ്മുടെ നാട്ടിൽ പറഞ്ഞ സാധനം അതൊക്കെ വന്നിട്ട് മീനിനെ പിടിക്കുന്നുണ്ടോ നമുക്ക് സംശയമില്ലാതില്ല. അതുകൊണ്ട് നമ്മൾ വലയെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മേളിലേക്ക് പോകാം. മേളിൽ എനിക്ക് ഇതുപോലെ തന്നെ 2 അക്വേറിയവും ഒരു ടാങ്കും ഉണ്ട്. അപ്പോൾ അതിനകത്ത് മീനുകളൊക്കെ കാണിച്ചു തരാം. മേളിലത്തെ നമ്മുടെ ഒരു അക്വേറിയം നിങ്ങളിപ്പോൾ കുറേ വീഡിയോസിനകത്ത് കണ്ടതായിരിക്കും. നമ്മുടെ ഇതുണ്ടോ, നമ്മുടെ ഓസ്കാർ കിടക്കുന്ന അക്വേറിയം. ഓസ്കാറിനും ഇതുപോലെ തന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. ഓസ്കാറിന് എന്താണ് ഫുഡ് കൊടുക്കുന്നതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു. എനിക്കൊന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിനകത്ത് ഓസ്കാറിന് ലൈവ് ബൈറ്റ് കൊടുക്കുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് ബൈറ്റ് അല്ലാത്ത സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലും നന്നായിട്ട് കളഞ്ഞതിന് ശേഷം അതിനകത്ത് നടുക്ക് വരുന്ന ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ചെമ്മീൻ ചമ്മന്തി അറിയാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാനതിനകത്ത് ഇടയ്ക്ക് ഓരോന്നെടുത്തതേ ഇവന് കൊടുക്കും. ഇത് കണ്ടോ, നിൽക്കുന്ന കേട്ടോ,
ഇപ്പോൾ രാവിലെ ആയിട്ട് വിശന്ന് നിൽക്കുവാണ്. ഓസ്കാർ കൂടാതെ ഒരു ചെമ്പല്ലിയുണ്ട്, ഒരു സക്കറുണ്ട്, ഒരു കാരിയുണ്ട്. കാരി അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഉണ്ട്, അവനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ചെമ്മീൻ കൊടുക്കാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ഇതുണ്ടല്ലോ ഉണക്ക ചെമ്മീൻ്റെ എടുത്ത് ഇത്രയുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് മേടിച്ചു കൊടുക്കും. ഞാൻ ശീലമായി എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കണ്ടോ. പുള്ളി നല്ല ഫ്രണ്ട്ലിയാണേ, ആൾ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റ് മേടിച്ചോളൂ. ഇതെന്നാണ് എന്താ കിട്ടിയില്ല. അടിപൊളി. അപ്പോൾ ഇത് നല്ല കൂട്ടാണ് നമ്മളുമായിട്ട്. പുള്ളി കറക്റ്റായിട്ട് കയ്യിൽ നിന്ന് എങ്ങനെ തീറ്റ മേടിച്ചിട്ട് നോക്കുള്ളൂ. ബാക്കി ഞാൻ കുറേ കൂടെ ഇട്ട് കൊടുക്കും. കാരണം ചെമ്പല്ലി നമ്മൾ നിൽക്കുമ്പോൾ തീറ്റ എടുത്തില്ലെങ്കിലും ചെമ്പല്ലി കൂടുതലായിട്ടും നമുക്കൊന്നും കൂടെ വെച്ച് നോക്കാവേ. തീറ്റ കുറേ ഇട്ട് കൊടുത്തു. കാരണം ചെമ്പല്ലിക്ക് തിന്നണമെങ്കിൽ ചെമ്പല്ലി വന്നേ തിന്നത്തുള്ളൂ. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവന് നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കൊടുക്കുന്നത് ഉണക്കച്ചെമ്മീനാണ്. കാരണം ഉണക്കച്ചെമ്മീൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ വയ്ക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണക്കച്ചെമ്മീൻ കൊടുക്കുന്നത്. കേട്ടോ, ഇത് നൈസായിട്ട് അതെല്ലാം കഴിച്ചോളും. കണ്ടോ, അതുകൂടാതെ നമ്മൾ ഓസ്കാറിൻ്റെ പിന്നെ ഇവന് തിന്നാൻ കൊടുക്കുന്ന വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പല്ലി പാറ്റയൊക്കെ വരത്തില്ലേ. അപ്പോൾ നമ്മളതിനെ കൊല്ലുകയാണ് സാധാരണ പതിവ്. അപ്പം അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തേക്ക് എറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. നേരെ ഇവൻ്റെ അക്കീരത്തിലേക്ക് ഇട്ട് കൊടുത്താൽ. ഇവന് നമ്മൾ ഇന്നലെ ഒരു പല്ലീനെ കൊടുത്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. അത് കേട്ടോ, അപ്പോൾ നമ്മൾ ഓസ്കാറിൻ്റെ പല്ലീനെ കൊടുക്കാൻ പോകണം കേട്ടോ. അടുത്തൊരു പല്ലീനെയാണ് കൊടുക്കാൻ പോയത്. കണ്ടതേ, നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടിയ പല്ലിയാണ്. ഞങ്ങൾ സാധാരണ ഇങ്ങനെ കൊന്നു കളയുവാണ് പതിവ്. അപ്പം നമ്മളിവനെ അങ്ങനെ ഓസ്കാർ നിൽക്കുന്നുണ്ടോ, ഇതുണ്ടോ, കാണിച്ചാൽ മതി. തണ്ടേ അതെ നൈസായിട്ട് ഇതുണ്ട്. നിൽക്കുവാണ് തിന്നാനായിട്ട്. ഇട്ട് കൊടുത്ത് അപ്പം അടിക്കും. ഇത് നോക്കിക്കണേ, കറക്റ്റ് പൊസിഷൻ പിടിക്കുവാണേ. ഇട്ട് കൊടുത്താലോ. ഉണ്ടല്ലോ, നൈസായിട്ട് കൊടുത്തത്. ഇത് കണ്ടോ, തിന്നുന്നുണ്ടോ. ചെമ്മീൻ കൂടാതെ നമ്മൾ കൊടുത്തേ വായിലിരിക്കുന്നുണ്ടോ, നോക്കി. ചെമ്മീൻ കൂടാതെ നമ്മളിവന് കൊടുക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ, പാറ്റ, പല്ലി, വെട്ടിൽ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. കാരണം ഇവൻ്റെ കളർ നിൽക്കും, അതുപോലെ തന്നെ വലുതാവുകയും ചെയ്യും. അവനതിന് പെട്ടെന്നൊന്നും വിഴുങ്ങാൻ പറ്റിയിട്ടില്ല. പല്ലിയുടെ കാലാണ് ഇറങ്ങി വരുന്നത്. ഓസ്കാർ തീറ്റ നിന്ന് ആരെങ്കിലും, നമ്മൾ ഒത്തിരി വീഡിയോസ് ഉണ്ട്. കണ്ണഞ്ചാളയായിട്ട് ഫൈറ്റ് ചെയ്ത് അവൻ്റെ കുറച്ച് ഫിന്നൊക്കെ പോയായിരുന്നു. ഇപ്പോൾ അതൊക്കെ തിരിച്ച് കിളുത്ത് വന്നു കേട്ടോ. പുള്ളി പോയി റെസ്റ്റ് എടുക്കട്ടെ. ഓസ്കാറിന് എന്താണെങ്കിലും അത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ പുറത്ത് നമ്മൾ അന്ന് കൊണ്ടുവന്ന ഗപ്പിക്ക്, അത് 2 ബക്കറ്റ് ഗപ്പിനെ ഇട്ടത് മേളിലാണ്. നമ്മുടെ കണ്ണഞ്ചാള ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് പരാതി പറഞ്ഞു കണ്ണഞ്ചാളനെ അങ്ങോട്ട് മാറ്റിയത് ശരിയായില്ലാന്ന്. ശരിക്കും പറഞ്ഞാൽ കാര്യം അതല്ല, കണ്ണഞ്ചാളയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു അക്വേറിയം ഉണ്ടാക്കുന്നുണ്ട്. വലിയൊരു അക്വേറിയം, അവന് ഇച്ചിരി വലിപ്പം വെച്ചതുകൊണ്ട് വലിയൊരു അക്വേറിയം ഉണ്ടാക്കണം. ഇപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് കണ്ണഞ്ചാള എന്താണെന്ന് മനസ്സിലായി കാണത്തില്ല. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ മതി, കണ്ണഞ്ചാള ആരാണെന്നും എല്ലാം മനസ്സിലാന്തേ. ഇനി നമ്മുടെ അടുത്ത ഗപ്പിക്കുളം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുതാണ്. ഇത് കണ്ടോ, നമ്മുടെ ഓപ്പൺ ടെറസിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കുറച്ചും കൂടെ വലിയൊരു ടാങ്കാണ് കണ്ടല്ലോ, ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിറച്ച് നമ്മുടെ പായൽ ഇപ്പോൾ വളർന്ന് നല്ല ഭംഗിയായിട്ട് കിടക്കുവാണ്. ഒരു നല്ലൊരു ടെറിട്ടറിയാണ്. നമ്മളത് കുറേ കല്ലും അതുപോലെ ഒരു കമ്പൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിനെ കയറി ഒളിച്ചിരിക്കാനുള്ളൊരു ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് തീറ്റ ഇട്ട് നോക്കാം. ഇതിനകത്ത് തീറ്റ ഇട്ടാലും മീനിനൊക്കെ ആണെങ്കിൽ പായൽ നമ്മൾ കുറച്ച് മാറ്റേണ്ടി വരും. അടിപൊളി. നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ,
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നിങ്ങളാ കാണുന്നത് മൊത്തം ഗപ്പിയാണ് കേട്ടോ. ഇഷ്ടംപോലെ ഗപ്പിയുണ്ട്. താഴത്തിനേക്കാളും കൂടുതൽ ഗപ്പി ഇതിനകത്താണ്. ഇതിനകത്ത് ഏരിയ കൂടുതലുള്ളതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ മീനുണ്ട്. അത് നമുക്ക് ഈ ക്യാമറ ഒന്ന് വെള്ളത്തിലേക്ക് മുക്കി നോക്കിയാലോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ക്യാമറ വെള്ളത്തിലേക്ക് മുക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഒരു മിനിറ്റ്, ഞാൻ ഈ ക്യാമറ വെള്ളത്തിലോട്ട് മുക്കാം. നമ്മുടെ മേളിലത്തെ ഗപ്പിക്കുളം കണ്ടല്ലോ. അതുകൂടാതെ ഇനി എനിക്ക് നിങ്ങൾ ആരും കാണാത്തൊരു അക്വേറിയം എനിക്കുണ്ട്. അത് ഞാൻ ഇതൊരു വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല. അതെൻ്റെ റൂമിൽ തന്നെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ റൂം. നമ്മുടെ റൂം ഇങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇതെല്ലാം നമ്മൾ വരച്ചതാണ് കേട്ടോ. കുറേ നാളുകൊണ്ട് വരച്ചെടുത്താണ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ് കേട്ടോ ഗോഡ് ഫാദർ. അൽ പച്ചിനോയാണ് നമ്മുടെ ഫേവറേറ്റ് ആക്ടർ. അതുപോലെ തന്നെ അൽ പച്ചിനോയുടെ സ്കാർഫേസിൻ്റെ ഇതുണ്ട്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സിംഗർ ബോബ് മാർലി, അതുപോലെ തന്നെ സ്ക്രില്ലെക്സ്, എമിനം, പിന്നെ പിങ്ക് ഫ്ലോയിഡ്, ബീ ജീസ്, ബീറ്റിൽസ്, ഇത് ഓട്ടോബാൻ. അപ്പം നമ്മളങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ താല്പര്യമുണ്ട്. ഈ ലൈറ്റ് ഇട്ടില്ല. അതുപോലെ നമ്മുടെ റൂം കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു, നമ്മൾ കഞ്ചാവാണോ, ചേട്ടൻ കഞ്ചാവ് വലിക്കുന്നതൊക്കെ ചോദിച്ചു. നമുക്കത് ചിലപ്പം അവരുടെ അറിയില്ലായ്മയോട് ചോദിക്കുന്നതായിരിക്കും. ഈ ബോബ് മാർലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും കഞ്ചാവ് വലിക്കണമെന്നൊന്നുമില്ല. ബോബ് മാർലിയുടെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ എന്താണ് ഈ അക്വേറിയം കാണിച്ചത്? ഇത് കണ്ടോ, ഇത് ഒരു ചെറിയ അക്വേറിയമാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ നാച്ചുറൽ പ്ലാന്റ് ഒക്കെ വളർത്തിയിട്ട് ഫുൾ നാച്ചുറൽ പ്ലാന്റ് ആണ് കേട്ടോ. നാച്ചുറൽ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ കുറേ കക്കയും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള 2-3 മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. അതുപോലെ പിന്നെ ഇതിനകത്ത് വേറുള്ളൊരു സാധനമാണ് ഷ്രിമ്പ്. കുറേ ഷ്രിമ്പ് ഉണ്ട് കേട്ടോ ഈ ഇടയ്ക്കൂടെ എല്ലാം. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ആ പ്രതിമ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗോവ ട്രിപ്പ് പോയായിരുന്നു. മുംബൈ ഗോവ ഒരു 12-13 ദിവസം നമ്മൾ ബൈക്കിൽ ഒരു ട്രിപ്പ് പോയായിരുന്നു. അതിനകത്ത് 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തല്ലോ. കാരണം ഫിഷിംഗ് ബേസ്ഡ് ആയതുകൊണ്ട് ഫിഷിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2-3-4 വീഡിയോസ് നമ്മൾ അപ്ലോഡ്. ആ ട്രിപ്പിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങളൊരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ പ്രതിമ. നിങ്ങളെന്താണെങ്കിലും ആ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടു നോക്കിയിട്ട് വാ. കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് ആ പ്രതിമ കിട്ടിയതെന്ന് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് രത്നഗിരിക്കും ഗോവയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. സ്ഥലമൊക്കെ കാണിച്ചു. നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ചാടാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിരിക്കുവാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളം നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ ഞാനിപ്പോൾ ഈ ഡൈവിംഗ് ക്ലാസ് വെച്ചപ്പോഴേക്കും ഡൈവ് ചെയ്തപ്പോഴേക്കും ഇതിനടിയിൽ ഒത്തിരി മാലയും അങ്ങനത്തെ സാധനങ്ങളും, അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ സൈഡിൽ ഇവിടെ നിറച്ചൊരു കേവ് പോലെ അകത്തേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ചാടാൻ പോകാട്ടോ. ഞാൻ അടിപൊളി വെള്ളം, ഞാൻ ആടിയാലോ. അപ്പോൾ എനിക്കിത് ആരാണ് കറക്റ്റായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. നമുക്ക് ഇവിടുന്ന് കിട്ടിയത് നമ്മളിത് കൊണ്ടുപോവാണ്. വീട്ടിൽ കൊണ്ടുപോകാം. നല്ല സാധനമല്ലേ, മാർബിളാണ് കേട്ടോ. മാർബിളാണ്, ഒറ്റ കല്ലേൽ ഇത് എഴുതിയ ആളുടെ പേരൊക്കെ ഉണ്ട് കേട്ടോ. എസ് പട്നായിക് എന്ന് പറഞ്ഞ ആളുടെ കലയാണ്. എന്തായാലും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കൾച്ചറാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് കൊണ്ടുപോകണം കേട്ടോ. കണ്ടല്ലോ, അങ്ങനെ നമ്മുടെ ഗോവൻ ട്രിപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ നമ്മുടെ അക്വേറിയത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന സ്കൾപ്ചറാണത്. അന്നും അവിടെയും വെള്ളത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയും കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആണ്. നമുക്കിതിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. നല്ല രസമുള്ളൊരു സ്കൾപ്ചർ അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. പിന്നെ ഇവർക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നതും ഇത് തന്നെയാണ് കേട്ടോ, പെല്ലറ്റ്. അപ്പം നമ്മളൊരു പെല്ലറ്റൊക്കെ ഇട്ട് കൊടുക്കും കണ്ടോ. അതങ്ങ് അലുത്ത് കഴിയുമ്പോഴേക്കും ഇവരൊന്നും കണ്ടോ, അതങ്ങ് പെട്ടെന്ന് അലുക്കുമായി പെല്ലറ്റ് വെള്ളത്തിൽ വിടാം കേട്ടോ. ഇനിയിപ്പോൾ വന്ന് ഒരെണ്ണം തിന്നാൻ തുടങ്ങിയാൽ ബാക്കി എല്ലാവരും തിന്നോളും. ഭയങ്കര സ്പീഡാണ് ഇവർക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ അക്വേറിയം സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഇതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ എൻ്റെ ബെഡൊക്കെ വൃത്തിയായിട്ട് കിടക്കുവാണ്. നമ്മുടെ ബെഡാണ്. അപ്പോൾ ഈ സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം ചുമ്മാ അടുത്തേക്ക് ഇരിക്കുമ്പോഴേക്കും നമ്മൾ പില്ലോ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് അവിടെ കിടക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിനെ ഫേസ് കിടക്കാൻ പറ്റും.
അപ്പോൾ ഒരു കൈൻഡ് ഓഫ് റിലാക്സേഷനാണ്. നമുക്ക് ചുമ്മാ അതിലേക്ക് നോക്കിയിരിക്കുമ്പോഴേക്കും നല്ല രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ മീൻ വളർത്തൽ. ഇത്രയും മീനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ നമ്മൾ പറയാൻ വന്ന കാര്യം, എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അടുത്തൊരു വർഷം 2020 എന്ന് പറഞ്ഞൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഭാഗ്യവും ഏറ്റവും അനുഗ്രഹങ്ങളും ഉള്ളൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വർഷം ഒത്തിരി എക്സൈറ്റിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ സെബിൻ സിറിയക്. താങ്ക് യു സോ മച്ച്.